ഹലോ. ഹലോ ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ MEP, HVAC, എലിവേറ്റേഴ്സ്, എസ്കലേറ്റേഴ്സ് ആൻഡ് റാമ്പ്, സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് മാത്രം, ഫയർ സേഫ്റ്റി ഫോർ ബിൽഡിംഗ്, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ MEP എന്ന് പറയുന്ന സിംപ്ലി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്ന ആസ്പെക്റ്റിലാണ് അബ്രിവേഷൻ വരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് കൺസ്ട്രക്ഷൻ മാത്രം പോരാ, അല്ലെങ്കിൽ കുറച്ച് കമ്പോണൻസ് മാത്രം പോരാ, നമുക്ക് മെക്കാനിക്കൽ വർക്ക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ട്, പ്ലംബിംഗ് വർക്ക്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാ വീടെന്നല്ല എല്ലാ ബിൽഡിങ്സിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് യൂഷ്വലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 20% നമ്മുടെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്, 20 ആക്ച്വലി 12 മിനിമം വരുന്നത്, അത് 20% വരെ നമുക്ക് ബിൽഡിങ്ങിന്റെ ഓവറോൾ കോസ്റ്റിൽ നിന്ന് ഓവറോൾ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വരെ വരുന്ന ഒരു കാര്യമാണ്. അത് 20 ആണ് ഒരു യൂഷ്വലി അപ്പർ ലിമിറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. 12 മിനിമം ഉണ്ടാവാറുണ്ട്. അതിന്റെ ഡിസൈൻ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റലേഷൻ, അതിന്റെ മെയിൻ്റെനൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മെയിൻ്റെനൻസ് നമ്മുടെ വീടിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമല്ല, പക്ഷേ വലിയൊരു അസംബ്ലി ബിൽഡിങ്ങോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിനോ ഒരു ബിസിനസ് ബിൽഡിങ്ങിനോ ഒക്കെ സംബന്ധിച്ച് അതിനകത്ത് സെപ്പറേറ്റ് സർവർ റൂം, കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാം. നമ്മളൊരു ബിൽഡിങ്ങിന്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് പ്ലാൻസ് കാണിച്ചുകൊണ്ട് നമുക്ക് ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ പറ്റും. MEP ഡ്രോയിങ്സ് എന്ന് പറയും. MEP ഡ്രോയിങ്സ് അല്ല, നമ്മൾ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്, ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന്റെ കൂടെയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ കമ്പോണൻസ് ആയിട്ട് എന്തെല്ലാമാണ് നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, മെക്കാനിക്കൽ സിസ്റ്റം മോസ്റ്റ് കോമൺലി റിലേറ്റ് ടു ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ എയർ കൂളേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മെക്കാനിക്കലിൽ വരുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ്. AC, കൂളേഴ്സ്, ഇങ്ങനെ സാധനങ്ങളെല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറെ കാര്യങ്ങളാണ് ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ് പോലത്തുള്ള മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ഒരു ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ പബ്ലിക് ബിൽഡിങ്സിലൊക്കെ നമുക്ക് കാണാവുന്ന മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ആണ് ഈ ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ്, റാമ്പ് വരില്ല, ലിഫ്റ്റ്, എസ്കലേറ്റേഴ്സ് പോലത്തുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ സാധനങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക, അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് അല്ല. സ്റ്റെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സെയിം പർപ്പസ് ആണ് നമ്മുടെ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആയിട്ടുള്ള ലിഫ്റ്റ്, എസ്കലേറ്റർ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ലൊക്കേഷൻ ഒരു ബിൽഡിങ്ങിൽ എവിടെ വേണം, ഒരു ലിഫ്റ്റ്, എസ്കലേറ്ററിന്റെ ലൊക്കേഷൻ എവിടെ വേണം, അത് എത്ര കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ആ ബിൽഡിങ്ങിൽ നമ്മൾ എത്ര ക്രൗഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മളത് ഡിസൈൻ ചെയ്യുന്നത്, അത് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് പോലത്തെ കാര്യങ്ങളകത്ത് ഇന്റേണൽ എയർ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ഇന്റേണൽ ടെമ്പറേച്ചർ എൻഷുർ ചെയ്യുക, ഹ്യൂമിഡിറ്റി എൻഷുർ ചെയ്യുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണൻസ് ഇല്ലാതെ നമുക്ക് ഒരു ബിൽഡിങ്ങിനെ പറ്റി സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്കെച്ചസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അസംബ്ലി ബിൽഡിംഗ് അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ, പബ്ലിക്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിനകത്തൊക്കെ വരുന്ന കണക്ഷൻ സിസ്റ്റത്തിന്റെയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇമാതിരിയുള്ള ഒരു കോൺഫിഗറേഷൻ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇലക്ട്രിക്കലിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന പവർ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ അത്, CCTV ക്യാമറ ഉണ്ടെങ്കിൽ അത്, അലാറം സെറ്റപ്പ്, അലാറം, ബർഗ്ലർ അലാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ബേസിക്കലി ലൈറ്റിംഗ്, നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ലൈറ്റിങ്, നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ ലൈറ്റ് തൊട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് തൊട്ട് നമ്മൾ വളരെ എക്സ്ട്രീം സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ലൈറ്റിംഗ് കമ്പോണൻസ് ഒക്കെ ഉണ്ടാകും. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വരുന്ന കാര്യങ്ങളല്ല, അതെല്ലാം ഈ ഇലക്ട്രിക്കലിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും ഒരു ഹെവി കോസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക്കൽ കമ്പോണൻസ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് തൊട്ട് നമുക്ക് വളരെ എസ്തെറ്റിക്കലി ഭംഗിയുള്ള നല്ല പ്ലീസിങ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് വരെ നമുക്ക് നമ്മുടെ വീട്ടിൽ
അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കോസ്റ്റിനകത്ത് കാര്യമായിട്ടുള്ള വേരിയേഷൻ വരും. അപ്പോൾ ഇലക്ട്രിക്കൽ കമ്പോണൻസിന് നമുക്ക് ഇതുപോലത്തെ ഒരു സെർവർ റൂം, അതിൻ്റെ മൊത്തം പവർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു റൂമൊക്കെ വേണ്ടി വരും. എസ്പെഷ്യലി നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, നമ്മുടെ ഒരു വലിയൊരു അസംബ്ലി ബിൽഡിംഗ്, റെസിഡൻഷ്യൽ അല്ലാത്ത എല്ലാ പബ്ലിക് ബിൽഡിങ്സിലും നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലത്തെ ഉള്ള ഒരു അറേഞ്ച്മെന്റിന് ഒരു സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരുന്നതാണ്. പിന്നെ പ്ലംബിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പൈപ്പ് നെറ്റ്വർക്ക്സ്, നമ്മുടെ പൈപ്പ് നെറ്റ്വർക്ക്സ് ഒക്കെ എങ്ങനെ ചെയ്തെടുക്കണം, പൈപ്പ് നെറ്റ്വർക്ക്സ് അതിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം, എത്ര ഡയാമീറ്റർ ഉള്ള പൈപ്പുകളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എന്ത് ക്വാളിറ്റിയിലുള്ള പൈപ്പ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. സീവർ അപ്യൂരിറ്റൻസസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാമാണ് പ്ലംബിങ്ങിൽ വരുന്നത്. അതിനും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാന്, ഡ്രോയിങ്, കാര്യങ്ങളൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മൊത്തം വീട്ടിൻ്റെ പ്ലംബിംഗ് സിസ്റ്റം എങ്ങനെ പോകുന്നു നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിൻ്റെ ടെറിട്ടറി ഉൾപ്പെടെ അറിയണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫർദർ നമ്മുടെ വീട്ടിലേക്കുള്ള പൈപ്പ് അണ്ടർഗ്രൗണ്ടിലൂടെ വന്നിരിക്കുന്നത് ഏത് ഭാഗത്തൂടെയാണ് നമ്മുടെ വീട്ടിൻ്റെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ചെടി നടണം, ഞാനൊരു കുഴി എടുക്കുവാണ്. ഞാൻ എടുക്കുന്ന കുഴി രണ്ടാമത്തെ വെട്ടിൽ എൻ്റെ പൈപ്പ് പൊട്ടാൻ പാടില്ല, അവിടുത്തെ വീട്ടിലെ പൈപ്പ് പൊട്ടാൻ പാടില്ല. അപ്പോൾ അത് പൊട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് അറിയണം ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഡ്രോയിങ് വേണം. നിങ്ങളുടെ എല്ലാ വീട്ടിലും, നിങ്ങളുടെ വീട് പ്രോബബ്ലി ലൈക്ക് ഒരു 15-20 ഇയേഴ്സിനകത്ത് കൺസ്ട്രക്ട് ചെയ്ത കാര്യം ആണെങ്കിൽ ഷുവർലി നിങ്ങളുടെ വീട്ടിൽ അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാൻ സ്കെച്ചൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ നമ്മുടെ പ്ലംബിംഗ്, നമ്മുടെ പൈപ്പ് നെറ്റ്വർക്ക്സ് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്സ് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് പ്രോബബ്ലി നമുക്കെല്ലാം പുറമേ കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ പ്ലംബിംഗ് വർക്ക്സും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക്സും നമുക്ക് പ്രിഡോമിനൻ്റ്ലി പുറമേ കാണാൻ പറ്റുന്നതല്ല. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും പൈപ്പ് ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പോയിരിക്കുന്ന ആ ഒരു രീതി. പിന്നെ വരുന്നതാണ് HVAC. HVAC എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബിൽഡിങ്സ്. വെന്റിലേഷനും എയർ കണ്ടീഷനിങ്ങും. അപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന്, എയർ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ഫ്രഷ് എയർ നമുക്ക് റെഗുലർലി കിട്ടുക, ഇന്റേണൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്ലി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് വെന്റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ വിൻഡോ ഓപ്പണിംഗ് കൊടുക്കുന്ന തൊട്ട് നമ്മൾ പവർ ഡ്രിവൺ ആയിട്ടുള്ള വെന്റിലേഷൻ, നമ്മൾ ഫാൻ വെച്ചിട്ട് തന്നെ, എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് തന്നെ നമ്മൾ വെന്റിലേഷൻ കൊടുക്കാറുണ്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച്. അപ്പോൾ ഇന്റേണൽ എയർ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹെൽത്ത് ആസ്പെക്റ്റിൽ വീട്ടിനകത്ത് താമസിക്കുന്നവർക്ക് ഒരു കൺസേണോ ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള വെന്റിലേഷൻ നമ്മൾ കൊടുത്തേ പറ്റൂ. അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, മെക്കാനിക്കൽ വെന്റിലേഷൻ. മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ട് നമ്മൾ മെക്കാനിക്കലി നമ്മൾ ഫോഴ്സ് ചെയ്യുവാണ് നമ്മൾ എയറിനെ വെളിയിലോട്ട് കളഞ്ഞിട്ട് ഫ്രഷ് എയറിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന്, നാച്ചുറൽ വെന്റിലേഷൻ. നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊന്നും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വിൻഡോ ഡോസ്, എയർ ഹോൾസ് കേരള കണ്ടസ്റ്റി മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ വെന്റിലേഷൻ കൊടുക്കുന്നത്. അത് മിക്സഡ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ മെക്കാനിക്കൽ വെന്റിലേഷൻ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട റൂം ഏതാണ്? കിച്ചണിലും വർക്ക് സ്പേസിലെല്ലാം നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷൻ ഇന്റേണലി റൂമിൽ നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷൻ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണം. ഇനി നമുക്ക് അടുത്ത മൂവ് ചെയ്യേണ്ടത് എലിവേറ്റേഴ്സ് ആൻഡ് ലിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ്. അപ്പോൾ എലിവേറ്റർ എന്ന് പറയുമ്പോൾ എലിവേറ്റർ തന്നെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് നമ്മൾ കുറച്ചും കൂടെ പറയുന്നത്. മലയാളികൾ നമ്മൾ അതിനെ ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ സാഹിത്യപരമായിട്ട് എലിവേറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് പർപ്പസ്? വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എലിവേറ്ററിന്റെ ലിഫ്റ്റിന്റെ മൂവ്മെന്റ്സ് വെർട്ടിക്കൽ ആണ്. ഇൻക്ലൈൻഡ് ഹൊറിസോണ്ടൽ മൂവ്മെന്റോ ഇൻക്ലൈൻഡ് മൂവ്മെന്റോ ഉള്ള സാധനങ്ങളെ നമ്മൾ എലിവേറ്റർ എന്നോ ലിഫ്റ്റ് എന്നോ വിളിക്കില്ല. ഇൻക്ലൈൻഡ് മൂവ്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എസ്കലേറ്റർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ റാമ്പ് ഒക്കെ ഉണ്ട്. റാമ്പ് ഇൻക്ലൈൻഡ് ആണ്, ഹൊറിസോണ്ടൽ റാമ്പ് അടക്കം വരുന്നുണ്ട്. ഹൊറിസോണ്ടലി നമ്മൾ എസ്കലേറ്റർ നമ്മൾ കൊടുക്കാറുണ്ട്. വെർട്ടിക്കൽ മൂവ്മെന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പർപ്പസ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഇത് കൊടുക്കുന്നത്? ബിൽഡിങ്ങിന്റെ നില 3 നിലയിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. 3 നിലയിലും ചിലർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിലൊന്നും യൂഷ്വലി നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം എല്ലാം 2 നില 1 നില സ്ട്രക്ചേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എലിവേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പബ്ലിക് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എൻ്റെ
ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ലുലു മോളിന്റെ എലിവേറ്റർ പ്ലാനിങ് മോശമാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ട്രോളിയിൽ എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ബേസ്മെന്റിലേക്ക് പോകണം, ഭയങ്കര ഡിലേ ആണ്. അവിടുത്തെ നമ്പർ ഓഫ് എലിവേറ്റേഴ്സ് വിച്ച് ക്യാൻ അക്കോമഡേറ്റ് ട്രോളി അത് വളരെ കുറവാണ്. അതിന്റെ ലൊക്കേഷൻ ഓൾസോ ഫ്രീക്വന്റ് അല്ല, ഒരു സ്പെസിഫിക് കോർണറിലേക്ക് അത് മൂവ് ചെയ്യപ്പെടുന്നു. നമുക്ക് അല്ലാതെ ട്രാവൽ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ട്രോളി ഒന്നും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരുപാട് എസ്കലേറ്റേഴ്സ്, ഒരുപാട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു വലിയൊരു ട്രോളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് പാർക്കിങ്ങിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് ആണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിൽ. അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ അതിന്റെ പ്ലാനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എലിവേറ്റേഴ്സ്, ലിഫ്റ്റ് ഒക്കെ എങ്ങനെ വേണം, എന്ത് സൈസിൽ വേണം, എത്ര ആൾക്കാരെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം, എന്ത് സ്പീഡിലായിരിക്കണം അതിന്റെ മൂവ്മെന്റ്സ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിനെ ഇലക്ട്രിക്കലി ഡ്രിവൺ ആയിട്ടുള്ള എലിവേറ്റേഴ്സ് ആണ് എപ്പോഴും ബെറ്റർ. ഇലക്ട്രിക്കൽ എലിവേറ്റേഴ്സ് കൂടുതൽ നമ്മൾ എക്സ്ട്രീംലി ടോൾ ബിൽഡിങ്സിൽ നമ്മൾ യൂസ് ചെയ്യും. ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് ഉണ്ട് കുറച്ചും കൂടെ ലോ റൈസ് ബിൽഡിങ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 6 നില ഹൈറ്റ് വരെയൊക്കെയാണ് നമ്മൾ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എലിവേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പല ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ്സ് കാണാൻ പറ്റും, ഹോസ്പിറ്റൽ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ്, ഗുഡ്സ് ലിഫ്റ്റ്, സർവീസ് ലിഫ്റ്റ്, ഫയർമാൻ ലിഫ്റ്റ്, അങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എലിവേറ്റേഴ്സ് കറണ്ട് സിനാരിയോയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റിക്വയർമെന്റ് ആണ് ഫോർ എ പബ്ലിക് ബിൽഡിംഗ്. പിന്നെ വരുന്നതാണ് എസ്കലേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ സ്റ്റെയർ പോലെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പോണൻസ് ആണ്. നമുക്ക് ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് പോകണം, പക്ഷേ സ്റ്റെയറിന്റെ പർപ്പസ് പോലെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പവർ ഡ്രിവൺ ആണ്, ഇത് കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. പ്രോബബ്ലി മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ സെൻസർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ എസ്കലേറ്റേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഒരു എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. കൊമേഴ്ഷ്യൽ സെന്റേഴ്സ്, ഷോപ്പിംഗ് മാൾസ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, പബ്ലിക് ബിൽഡിങ്ങിലെല്ലാം പീപ്പിൾ മൂവ്മെന്റ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. സ്റ്റെയർ പോലെ ഒരു വെയിറ്റിംഗ് ടൈം നമുക്ക് ഇവിടെ ഇല്ല, ഈസി ആയിട്ട് നമുക്ക് കയറി പോയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിതിനെ ഒരു 30 to 45 ഡിഗ്രി ഇൻക്ലിനേഷൻ താഴെ നമ്മൾ നിർത്തത്തുള്ളൂ. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഭയങ്കര കൂടുതലാണ്, നമ്മൾ അതിന് മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറില്ല. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി മെജോറിറ്റി ഓഫ് ദ എസ്കലേറ്റേഴ്സും നമ്മൾ ചെയ്യുക. ഐഡിയലി 30 to 40 ഡിഗ്രി 45 ഡിഗ്രി റേഞ്ചിലാണ് ഇതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എസ്കലേറ്ററിന്റെ ഇൻക്ലിനേഷൻ എക്സിസ്റ്റ് ചെയ്യുക. ലാർജ് ലെവൽ പവർ കൺസംഷൻ ഉണ്ട്, ലിഫ്റ്റിനേക്കാൾ കൂടുതൽ പവർ കൺസംഷൻ ഉണ്ട്, കാരണം ഫ്രീക്വന്റ്ലി 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ എസ്കലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്കലേറ്റർ പോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന ഒരു കമ്പോണന്റ് ആണ് റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, പക്ഷെ സ്റ്റെപ്സ് അവിടെ ഉണ്ടായിരിക്കില്ല. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക. എക്സ്പെഷ്യലി ഹോസ്പിറ്റൽസിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ റാംസ് എന്ന് പറയുന്ന സാധനം ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻസിനെ മൂവ് ചെയ്യാൻ വേണ്ടി, വീൽ ചെയറിലൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റെയറിന്റെ അടുത്ത് പ്രോബ്ലി എല്ലാ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലും സ്റ്റെയറിനോടൊപ്പം തന്നെ അവരൊരു കുഞ്ഞ് റാമ്പും കൊടുത്തിരിക്കും. അപ്പൊ റാമ്പ് എന്ന് പറയുന്നത് അതിന്റെ ഇൻക്ലിനേഷൻ 15 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല. 15 എസ്കലേറ്റേഴ്സിന് 45 ഡിഗ്രി വരെ അക്കോമഡേറ്റ് ചെയ്യാം, പിന്നെ റാമ്പിന്റെ ഇൻക്ലിനേഷൻ 15 ഡിഗ്രി കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഡിസൈൻ സ്പെസിഫിക്കേഷൻ വരുന്നത്. പബ്ലിക് ബിൽഡിങ്സിലും ഇത് മാൻഡേറ്ററി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള, ഫിസിക്കലി ചലഞ്ച്ഡ് പീപ്പിൾസിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്റ്റെപ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പോണൻസ് ആണ് ഈ റാമ്പ് എന്ന് പറയുന്നത്. പക്ഷെ റാമ്പ് ഒരു പവർ ഡ്രിവൺ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല. ഇത് സിമ്പിൾ ഒരു RCC കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഈ കാണുന്ന ഒരു സിമ്പിൾ ടിപ്പിക്കൽ ഹോസ്പിറ്റൽ റാമ്പാണ്. പിന്നെ വരുന്നത് ഫയർ സേഫ്റ്റി ഫോർ ബിൽഡിങ്സ്. ഫയർ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ന്യൂസിൽ ഒരു 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണുന്നൊരു ന്യൂസാണ് കെട്ടിടം നശിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണം. പ്രോബ്ലി ചിലപ്പോഴൊക്കെ ഇൻഷുറൻസിന് വേണ്ടി ആയിരിക്കാം ഇത് ചെയ്യുന്നത്, പക്ഷേ
അത് അല്ലാന്ന് വെച്ചാലും ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിക്കുന്നത് ബിൽഡിങ്ങിൽ വളരെ വളരെ കോമൺ ആണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കുറവാണ്. കൊമേഴ്ഷ്യൽ, പ്രൊഡക്ഷൻ, മെർച്ചന്റൈൽ, ബിസിനസ്, അസംബ്ലി ബിൽഡിങ്സിലൊക്കെ ആയിരിക്കും നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫയർ സേഫ്റ്റി പ്രിക്കോഷൻസ് മെഷേഴ്സ് നമ്മൾ എടുത്തേ പറ്റും. അപ്പോൾ ഒന്ന്, നമ്മൾ ബിൽഡിംഗ് കമ്പോണൻസിൽ നമുക്ക് വേണമെങ്കിൽ ഫയർ സേഫ്റ്റി എൻഷുർ ചെയ്യാം. കോൺക്രീറ്റും ബ്രിക്കും എല്ലാം അത്യാവശ്യം ഫയർ റെസിസ്റ്റന്റ് ആണ്. നമുക്കൊരു 4 hours വരെയൊക്കെ ഫയർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അബിലിറ്റി ഈ സ്ട്രക്ചേഴ്സിനുണ്ട്. ഈവൻ ദോ നമ്മളൊരു പബ്ലിക് ബിൽഡിങ്ങിന് നമുക്ക് കോർപ്പറേഷന്റെ അപ്രൂവൽ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനത്തെ മെഷേഴ്സ് എല്ലാം നമ്മൾ കറന്റ്ലി എൻഷുർ ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫയർ സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മുടെ ബിൽഡിങ്ങിന്റെ പല പല ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്പ്രിംഗ്ലേഴ്സ് ആണ്. വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത് സെൻസേഴ്സിന്റെ ബേസിസിലാണ്. പ്രോബബ്ലി സെൻസർ അല്ലാതെ പ്രവർത്തിക്കുന്നതുണ്ട്. പ്രോബബ്ലി ഒരു സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്ടർ സ്പ്രിംഗ്ലർ പ്രവർത്തിക്കും. അല്ലെങ്കിൽ ഒരു റാൻഡം ടെമ്പറേച്ചർ വേരിയേഷൻ ആ ഒരു റൂമിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സെൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. അങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫയർ സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ ബിൽഡിങ്സിൽ ഉണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ അങ്ങ് കൊടുക്കാറില്ല. ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ നല്ലത്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരെണ്ണം വീട്ടിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പോർട്ടബിൾ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സെർട്ടൈൻ കാറ്റഗറീസിൽ വരുന്നതാണ് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓർ ഇൻസ്റ്റാളേഷൻ ബേസ്ഡ് ഓൺ വാട്ടർ ബേസ്ഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. ഹൈഡ്രൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ബൾക്ക് എമൗണ്ട് ഓഫ് ഡിസ്ചാർജ് വാട്ടർ നമുക്ക് കൊടുത്തിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷൻ ചെയ്യാൻ പറ്റുന്ന ഫയർ ഹൈഡ്രൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പ്രോബ്ലി ഇത് ബിൽഡിങ്ങിന്റെ ഔട്ട്സൈഡ് ആണ് യൂഷ്വലി കണ്ടുവരിക. ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ ഇൻസ്റ്റാളേഷൻ ഉണ്ട്, വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അത് കോമൺ ആയിട്ട് നമുക്ക് പീപ്പിൾ മൂവ് ചെയ്യുന്ന ബിൽഡിങ്സിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫയർ സേഫ്റ്റി മെഷേഴ്സ് ആണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ ബേസ്ഡ് ഓൺ ഫോം ഉണ്ട്. ഓട്ടോമാറ്റിക് ഫോം ഇൻസ്റ്റാളേഷൻ യൂസിങ് ലോ എക്സ്പാൻഷൻ ഫോം, മീഡിയം എക്സ്പാൻഷൻ, ഹൈ എക്സ്പാൻഷൻ ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷൻ ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹെവി മെഷീൻസ് ഫാക്ടറീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, പീപ്പിളിന്റെ പ്രസൻസ് കുറവുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫയർ സേഫ്റ്റി മെഷേഴ്സ് ആണ്. ഓട്ടോമാറ്റിക് CO2 ഇൻസ്റ്റാളേഷൻ, ലോ പ്രഷറും ഹൈ പ്രഷറും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓക്സിജനെ നമ്മൾ റൂമിൽ കില്ല് ചെയ്ത് കളഞ്ഞിട്ട് ഫയറിനെ അണയ്ക്കുന്ന ടെക്നിക്കൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, ഫാക്ടറീസിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷൻ മെത്തേഡ്സ് ഒക്കെയാണ്. ഇൻസ്റ്റാളേഷൻ യൂസിങ് ഡ്രൈ പൗഡർ ഒക്കെ ഒരു കോമൺ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫയർ ഫൈറ്റിംഗ് ഡിസൈൻ ഒരു ഫയർ ഫൈറ്റിംഗ് ഡിസൈനിൻ്റെ ഒരു സ്കെച്ചാണ്. ഇതിന് നമുക്കൊരു സെപ്പറേറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡിങ്ങിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പമ്പിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. മോസ്റ്റ് ലൈക്ലി ഒരു ക്വസ്റ്റ്യൻ വന്നാലായി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടാം.